Hi friends, welcome back to my channel Food for my wife. എൻ്റെ പേര് സുരേഷ് ആനാടൻ. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും 3 വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എനിക്ക് ആവശ്യമാണ്. വീഡിയോ കണ്ട ശേഷം അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അതേപോലെ ആദ്യമായി എൻ്റെ ചാനൽ വരുന്നവരും വീഡിയോ കാണുന്നവരുമാണെങ്കിൽ 3 മിനിറ്റ് വീഡിയോ കണ്ട ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് അസാധുവായി പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കപ്പ പുഴുക്കാണ്. വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റ്ഫുള്ളായിട്ട് ഒരു മഴക്കാലത്തും അല്ലെങ്കിൽ ഒരു 4 മണിക്കും നമുക്ക് ഒരു കട്ടൻ ചായയുടെ കൂടെ എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അടിപൊളി കപ്പയാണ്. കപ്പ പുഴുക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കിലോ കപ്പ നല്ല തുള്ളിയിലും കളഞ്ഞു 4-5 വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇത് വേവ് കുറഞ്ഞ ഒരു കപ്പയാണ്, കൂടുതൽ വേണ്ട. 1 വിസിൽ കേട്ടാൽ മതി. 1 വിസിൽ കേട്ട് കഴിഞ്ഞു, വെന്തു. ഇനി നമുക്കിതിനെ വെള്ളം കോരി മാറ്റാം. ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകട്ടെ. അത് നമുക്ക് ഒരു കടുക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടണം, എങ്കിലേ ഒരു ടേസ്റ്റ് വരുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഒരു 4-5 ഞാൻ ചുവന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, എങ്കിലും നമ്മൾ ഈ കപ്പയുടെ കടുക് വറുക്കപ്പോൾ അത് നമുക്ക് കടിച്ച് തിന്നാനും പറ്റും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4-5 അല്ലി. അപ്പോൾ എന്താ വെച്ചാൽ കപ്പ കൊണ്ട് എല്ലാവർക്കും പിടിക്കത്തില്ല. അപ്പോൾ ഒരു വായു എല്ലാം വരുന്നുണ്ടെങ്കിൽ അതിനൊരു ശമനത്തിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി, ഞാൻ ഒരു 10 ചെറിയ ഉള്ളി, അതായത് ചുവന്ന ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ആ കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഉപ്പ് ഞാൻ കഴിച്ചു നോക്കിയാൽ കപ്പയിൽ ഉപ്പുണ്ട് ആവശ്യത്തിന്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്നീ കപ്പയിൽ ഇപ്പോഴും ഇട്ട് ഈ നമ്മൾ കടുവറുക്കപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കപ്പ പുഴുങ്ങപ്പ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം ഇട്ടുകൊണ്ടാണ് ഇപ്പോഴും അത് ഇടാത്തത്. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കുക. ആ കടുകും മുളകും നമ്മൾ ചുവന്ന മുളകും കറിവേപ്പിലെല്ലാം നല്ലപോലെ പിടിക്കട്ടെ. ഞാൻ ഇവിടെ ചേർക്കുന്നത് വെച്ചാൽ ഒരു മുറി തേങ്ങയായി തിരികെ വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഇതിലൂടെ അങ്ങിട്ട് നമുക്ക് ഉസാറാക്കി മാറ്റാം. നിങ്ങളും ഇതേപോലെ വല്ലപ്പോഴും കപ്പയെല്ലാം വാങ്ങിക്കപ്പോൾ ഈ രീതിയിലൊന്ന് കപ്പപ്പുഴുക്കുണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. ഇത് നല്ല ചൂട് കപ്പയും അതേപോലെ ഒരു കട്ടനും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വേറെ ഇതിന് പിന്നെ ചമ്മന്തിയോ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു പുളിമുളകും ഞൊടിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കപ്പപ്പുഴുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.